കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 37 17ാമത്തെ ശ്ലോകത്തില് നാരദൻ ജ്ഞാനദൃഷ്ടി കൊണ്ട് ദിവ്യദൃഷ്ടി കൊണ്ട് വരാൻ പോണ കാര്യങ്ങളൊക്കെ പറയുകയാണല്ലോ. ഇതൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണല്ലേ. അപ്പൊ ഇതിൽ പറഞ്ഞ എന്താ വെച്ചാ പിന്നെ പഞ്ചജനനെ കൊല്ലും, പാഞ്ചജന്യം എടുക്കണതാ പറഞ്ഞു പോലെ നമ്മളെ പഞ്ചജനനെ കൊല്ലും, ആസുരനെ യവനനെ മുരൻ നരകാസുരൻ എന്നീ അസുരന്മാരെ കൊല്ലും, പിന്നെ പാരിജാതം അപഹരിക്കും, എന്നിട്ട് ഇന്ദ്രന്റെ ദർപ്പം അടക്കും അല്ലെ, ഇന്ദ്രനെ തോൽപ്പിക്കൂലോ, അപ്പൊ ഇന്ദ്രന്റെ ദർപ്പം അടക്കും എന്ന് പറഞ്ഞു. 18 ഇനി രുക്മിണിയുടെ കാര്യമൊക്കെ പറയണം. ഉദ്വാഹം വീരകന്യാനം വീര്യശുൽക്കാദിലക്ഷണം നൃഗസ്യ മോക്ഷണം ശാപാത് ദ്വാരകായം ജഗത്പദേ. വീര്യശുൽക്കാദിലക്ഷണം, അതായത് വീര്യശുൽക്കം മുതലായ ലക്ഷണത്തോടു കൂടിയ വീരകന്യാനാം വീരകന്യകളുടെ കുറെ ആൾക്കാരെ, ഇപ്പൊ ജാമ്പവതിയെ സത്യഭാമയൊക്കെ കല്യാണം കഴിക്കുമല്ലോ കുറെ ആൾക്കാരെ, അതൊക്കെയാണ് പറഞ്ഞത്. 8 ഭാര്യമാരെയൊക്കെ 8 കന്യകകളെ കല്യാണം കഴിക്കും. വീരകന്യകളുടെ ഉദ്വാഹം ചാൽ വിവാഹം. ജഗത്പദേ ഹേ, ജഗത്തിന്റെ മുഴുവൻ പതിയായ ഭഗവാനെ, ദ്വാരകായാം ദ്വാരകയിൽ, നൃഗസ്യ പിന്നെ ദ്വാരകയിലേക്ക് പോവുമല്ലോ ജരാസന്ധന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോ നൃഗന് ശാപമോക്ഷം കൊടുക്കുന്നത്, അതാണ് നൃഗസ്യ ശാപാത് മോക്ഷണം. നൃഗന് ഒരു ഓന്തായിട്ട് വന്നിട്ടുള്ള നൃഗന് ശാപമോക്ഷം കൊടുക്കുന്നത്. അതായത് പിന്നെന്താണ്, ഈ ആർക്കാണ് അധികം കഴിവുള്ള വെച്ചാൽ ആ ആൾക്ക് കന്യകയെ കൊടുക്കും എന്ന് നിശ്ചയിച്ചിട്ടുള്ള പല കന്യകമാരെയും അവനവന്റെ കഴിവ് പ്രകടിപ്പിച്ച് ഭഗവാൻ വിവാഹം കഴിച്ചു. പിന്നെ എന്താണ് അങ്ങനെ പറയൂലോ, ഏറ്റവും ഇതാർക്കാ കൊലയ്ക്കാൻ പറ്റിയാച്ചാൽ അങ്ങനെ പറയൂലോ, ഏറ്റവും വീര്യമുള്ള ആൾക്കേ കൊടുക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ അനവധി പെൺകുട്ടികളെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ദ്വാരക പണിയ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ദ്വാരകയിലെ നൃഗന് ശാപമോക്ഷം കൊടുത്തു. അതൊക്കെ വരാൻ പോണ കാര്യങ്ങളാണ് നാരദൻ പറയണത്. ഉദ്വാഹം വീരകന്യാനം വീര്യശുൽക്കാദിലക്ഷണം നൃഗസ്യ മോക്ഷണം ശാപാത് ദ്വാരകായാം ജഗത്പദേ. പിന്നെ സ്യമന്തകസ്യ ച മണേരാദാനം സഹഭാര്യയാ മൃതപുത്രപ്രദാനം ച ബ്രാഹ്മണസ്യ സ്വധാമത. അതായത് ഭാര്യയാ സഹ സത്യഭാമോട് കുറ്റ സമന്തകം എന്ന് പേരായ മണിയുടെ രത്നത്തിന്റെ ആദാനം ച, അത് അവസാനം ആ കഥയില് അത് വരും, അതൊക്കെ നമ്മൾ പിന്നെ വരും ഏറ്റവും അവസാനം കുറെ കഴിഞ്ഞിട്ട്. അപ്പൊ അത് ഭഗവാനെന്നെ കൊണ്ട കൊടുക്കുകയൊക്കെ ചെയ്യൂലോ. സ്വധാമത, എന്നിട്ട് തന്റെ ഗൃഹത്തിൽ നിന്ന് ബ്രാഹ്മണന്റെ അതായത് സന്താന ഗോപാലം, ബ്രാഹ്മണന്റെ മരിച്ച പുത്രനെ കൊണ്ടു കൊടുക്കണതും അതൊക്കെ ഉണ്ടാവും അറിയാവുന്ന. അതായത് ഭഗവാൻ ജാമ്പവാന്റെ പുത്രിയായിട്ടുള്ള ജാമ്പതിയെ ഭാര്യയായിട്ട് സ്വീകരിക്കും. പിന്നെ സെമന്തകം അന്വേഷിച്ചു പോകുമ്പോഴാണ് അതല്ലോ. പിന്നെ സെമന്തകം എന്ന് പേരായിട്ടുള്ള രത്നത്തെ സ്വീകരിക്കും. പിന്നെയോ സാന്ദീപനിയുടെ മരിച്ചുപോയ പുത്രനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയാണ് സാന്ദീപന്റെ ആണ് ഇവിടെ പറയുന്നത്, സന്താന ഗോപാലല്ല കേട്ടോ. സാന്ദീപനുടെ മകനെ തിരിച്ചു കൊടുക്കും, മരിച്ച പുത്രനെ. അതാണ് ഗുരുദക്ഷിണ വേണ്ട പറയൂലോ. അപ്പൊ ഗുരുദക്ഷിണയായിട്ട് ഗുരുവിന്, സാന്ദീപനെയാണല്ലോ ഗുരുവിന് ഗുരുദക്ഷിണയായിട്ട് മരിച്ചുപോയ പുത്രനെ തിരിച്ചു കൊടുക്കും. സ്യമന്തകസ്യ ച മണേരാദാനം സഹഭാര്യയാ മൃതപുത്ര പ്രദാനം ച ബ്രാഹ്മണസ്യ സ്വധാമത. സ്യമന്തക അന്വേഷിച്ചു പോയപ്പോഴാണല്ലോ ജാമ്പവതി കല്യാണം കഴിച്ചത് അല്ലെ, ജാമ്പവാന്റെ മകളെ. ഇനി 20 പൗണ്ഡ്രകസ്യ വധം പശ്ചാത് കാശിപുര്യാശ്ചദീപനം ദന്തവക്ത്രസ്യ നിധനം ചൈദ്യസ്യ ച മഹാക്രതൗ. ഇനി പൗണ്ഡ്രകവധം അതൊക്കെ നമ്മൾ വരും, ഇപ്പൊ പറയണില്ല. പൗണ്ഡ്രകവധം, പിന്നെ കാശി കത്തിക്കണത്, അതായത് കാശി രാജാവിന്റെ മിത്രാണ് പൗണ്ഡ്രകനെ. അപ്പൊ അത് അവര് രണ്ടാളെയും പൗണ്ഡ്രകനെ വധിക്കും, കാശി രാജാവിന്റെ രാജ്യം കത്തിക്കും. പിന്നെയോ ദന്തവക്ത്രനെയും ചൈദ്യൻ എന്ന് പറഞ്ഞ ആരാ, ശിശുപാലൻ, ചേതിരാജ്യത്തെ രാജാവ്, ദന്തവക്ത്രനെയും ശിശുപാലനെയും വധിക്കണത്.
വധിക്കും അങ്ങ്. പൗണ്ഡ്രകസ്യ വധം പശ്ചാത് കാശിപുര്യാശദീപനം ദന്തവക്ത്രസ്യ നിധനം ചൈദ്യസ്യ ച മഹാക്രതൗ യാനി ചാന്യാനി വീര്യാണി ദ്വാരകാമാവസൻ ഭവാൻ കർത്താ ദ്രക്ഷ്യാമ്യഹം താനി ഗേയാനി കവിഭിർഭുവി. ദ്വാരകയെ ആവസൻ, ദ്വാരകയിൽ വസിക്കുന്ന ഭവാൻ, അതായത് ഭഗവാൻ, കവികളാൽ, അതായത് വിവേകമുള്ളവരാൽ, ഗേയാനി ഗാനം ചെയ്യപ്പെടുവാൻ യോഗ്യങ്ങളായും, അതായത് കീർത്തിക്കുവാൻ യോഗ്യതയുള്ളവയായും, അന്യാനി അല്ലാതെയിരിക്കുന്ന, യാനി വീര്യാണി ഏതൊരു വീര്യങ്ങളെ, ഭൂമിയിൽ, കർത്ത ചെയ്യും, താനി അവയെ, അഹം ഞാൻ, ദ്രക്ഷ്യാമി കാണും. വരാൻ പോണതൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞ, ദ്വാരകയില് അങ്ങ് വസിക്കുമ്പോ പിന്നെയും പല പല വീര്യപരാക്രമങ്ങളും അങ്ങ് കാണിക്കും. അതൊക്കെ വളരെ വിവേകികളാൽ കീർത്തനം ചെയ്യപ്പെടുന്നതിന് അർഹമായിട്ടുള്ളതാണ്. ഈ വക എല്ലാ പ്രവൃത്തികളും അവര് ലോകത്തിൽ കീർത്തിക്കപ്പെടുന്ന പറയാണ്. അതൊക്കെ ഞാൻ കാണാനിട വരും, നാരദൻ പറയണത് കേട്ടോ. യാനി ചാന്യാനി വീര്യാണി ദ്വാരകാമാവസൻ ഭവാൻ കർത്താദ്രക്ഷ്യാമ്യഹം താനി ഗേയാനി കവിഭിർഭുവി. അഥ തേ കാലരൂപസ്യ ക്ഷപയിഷ്ണോരമുഷ്യവൈ അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമ്യർജുനസാരഥേഹേ. അതിനുശേഷം അതിനുശേഷം അമുഷ്യ ഇതിന്റെ, ക്ഷപയിഷ്ണോഹോ നാശത്തിന്റെ, അതായത് ഇതിനെ യാദവന്മാരെ മുഴുവൻ നശിപ്പിക്കാനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി കാലരൂപസ്യ അങ്ങ് കാലരൂപനായും അർജുനന്റെ സാരഥിയായിട്ടാണല്ലോ മറ്റേ കൗരവന്മാര് മുഴുവൻ വധിക്കപ്പെട്ടത്. തേ അങ്ങയുടെ അക്ഷൗഹിണീനാം സൈന്യങ്ങളുടെ നിധനം, തന്റെ സൈന്യത്തിനെയൊക്കെ കൗരവന്മാർക്ക് കൊടുത്തു അല്ലേ, അങ്ങനെയല്ലേ ഭഗവാൻ പാണ്ഡവന്മാരുടെ കൂടെ, എന്നിട്ട് തന്റെ സൈന്യങ്ങളെ മുഴുവൻ വധിച്ചു. അങ്ങനെ സംഹാരം, അതായത് ഇനിയിപ്പോ ഭഗവാന്റെ അവതാരോദ്ദേശമൊക്കെ കഴിഞ്ഞു, ഒപ്പം അവതരിച്ച എല്ലാവരുടെയും അവതാരോദ്ദേശം കഴിഞ്ഞു. അപ്പൊ അവരെയൊക്കെ വധിച്ച് അഥത്തെ ദ്രക്ഷ്യാമി ഞാൻ കാണും, വൈ നിശ്ചയം തീർച്ചയായിട്ടും, അതായത് ഭൂമി ഭാരം തീർക്കാനായിട്ട് കാലസ്വരൂപനായിട്ടുള്ള അങ്ങ് അർജുനന്റെ സാരഥിയായിട്ടും അർജുനന്റെ സാരഥിയായിട്ട് ഈ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരെയൊക്കെ വധിച്ച് ഭൂമിഭാരം തീർക്കും, അധർമ്മികളെയൊക്കെ. അങ്ങനെ അതും എനിക്ക് കാണാനിട വരും. അഥതേ കാലരൂപസ്യ ക്ഷപയിഷ്ണോരമുഷ്യവൈ അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമ്യർജുനസാരഥേഹേ വിശുദ്ധ വിജ്ഞാനഘനം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥമമോഘവാഞ്ചിതം സ്വതേജസാ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്തമീമഹി. വിശുദ്ധ വിജ്ഞാനഘനം, അതായത് ജ്ഞാനമൂർത്തിയായും ജ്ഞാനസ്വരൂപനായും, സ്വസംസ്ഥയാ, അതായത് അവനവനിൽ തന്നെ വർത്തിക്കുന്നവനായും, സമാപ്ത സർവാർത്ഥം, എല്ലാ ഭഗവാന് ലഭിക്കാനായിട്ട് ഒന്നുമില്ല, എല്ലാ അർത്ഥങ്ങളാലും തൃപ്തി പൂണ്ടവനും, അമോഘവാഞ്ചിതം, എല്ലാ ഭഗവാന്റെ വാഞ്ചിതം മുഴുവൻ സഫലാവും അല്ലെ, ഭഗവാന്റെ ഒരു സങ്കല്പവും വ്യർത്ഥാവില്ല. അതാണ് അമോഘം എന്ന് പറഞ്ഞാൽ അമോഘവാഞ്ചിതം. നമ്മൾ പല പ്രാവശ്യം അത് വന്നിട്ടുണ്ടല്ലോ. അമോഘ വാഞ്ച എന്ന് പറഞ്ഞാൽ എന്താ, സഫലം ആകുന്ന ആഗ്രഹം, സഫലമായ ആഗ്രഹം. ഭഗവാന്റെ എല്ലാ ആഗ്രഹവും സഫലാവും. നമ്മുടെ അങ്ങനെയല്ലല്ലോ. സ്വതേജസ, സ്വന്തം തേജസ്സിനാൽ, നിത്യനിവൃത്ത മായാഗുണപ്രവാഹം, അതായത് മായയെ അതിക്രമിച്ച് മായാഗുണങ്ങളെ അതീതനായി നിൽക്കുന്നവനും, ഭഗവന്തം ഭഗവാനെ ഈ മഹി ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഇതൊരു സ്തുതി പോലെയാണ്. ഇതൊക്കെ ഞാൻ കാണും എന്നിട്ട് പറയാണ്, അതായത് ഇങ്ങനെ ഞങ്ങൾ ഭഗവാനെ തന്നെ ഇതാ ശരണം പ്രാപിക്കുന്നു. കാരണം എന്താ, ഭഗവാൻ വിശുദ്ധ വിജ്ഞാനഘനം. വിശുദ്ധ വിജ്ഞാനഘനം എന്ന് പറഞ്ഞാൽ എന്താ, ജ്ഞാനമൂർത്തിയാണ്. പിന്നെയോ അവനവനിൽ തന്നെ രമിക്കുന്നവനാണ്, ആത്മാരാമനാണ്, സർവ ആഗ്രഹങ്ങളും സാധിച്ചവനാണ്. ആഗ്രഹങ്ങളൊന്നും ഭഗവാൻ തന്നെയാണല്ലോ മുഴുവൻ. അമോഘവാഞ്ചിതാണ്, എല്ലാ സങ്കല്പങ്ങളും സഫലമാക്കുന്നവനാണ്. സ്വന്തം തേജസ് കൊണ്ട് ഈ മായയ്ക്ക് അതീതനായി വർത്തിക്കുന്നവനുമായ അങ്ങയെ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു. അല്ലെങ്കിൽ അങ്ങാണ് എല്ലാവർക്കും
ശരണം. വിശുദ്ധ വിജ്ഞാനഘനം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥമമോഘവാഞ്ചിതം സ്വതേജസാ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്തമീമഹി. 24. ത്വാമീശ്വരം സ്വാശ്രയമാത്മമായയാ വിനിർമ്മിതാശേഷ വിശേഷകൽപ്പനം ക്രീഡാർത്ഥമധ്യാത്മനുഷ്യവിഗ്രഹം നതോസ്മി ധുര്യം യദുവൃഷ്ണി സാത്വതം. പിന്നെയും നമസ്കരിക്കുന്നതാണ്. ഈശ്വര, അങ്ങ് ഭഗവാനെ സ്വാശ്രയം, അതായത് ഒരിക്കലും വേറൊരാളെ ആശ്രയിക്കേണ്ടാത്തവൻ, അവനവനെ തന്നെ ആശ്രയിക്കുന്നവനും ആത്മമായയാം, അവനവന്റെ ശക്തിയായിട്ടുള്ള മായയാൽ എന്താണ് വിനിർമ്മിതാശേഷ വിശേഷകൽപ്പനം, അതായത് ഈ അവനവന്റെ മായ ഉപയോഗിച്ച് ഇങ്ങനെ പലതരത്തിലുള്ള നാമരൂപഭേദങ്ങൾ എല്ലാം സൃഷ്ടിക്കുന്നവനും ഇപ്പോൾ ക്രീഡാർത്ഥം, അതായത് ഒരു ലീല എന്ന നിലയ്ക്ക് ആർത്തമനുഷ്യ വിഗ്രഹം സ്വീകരിക്കപ്പെട്ട ഈ മനുഷ്യ ശരീരത്തോടു കൂടിയവനും യദുവൃഷ്ണി സാത്വതാം, യദുക്കള് വൃഷ്ണികള് എന്നിവരുടെ ധുര്യം, അത് അവരിൽ ഏറ്റവും ശ്രേഷ്ഠനുമായ ത്വാം അങ്ങയെ നതഃ അസ്മി, ഞാൻ നമസ്കരിക്കുന്നു. അതായത് ഈ എല്ലാ വലിയ മഹർഷിമാരൊക്കെ ത്രികാലജ്ഞന്മാരാണ്. കഴിഞ്ഞ കാലവും ഇപ്പൊ നടക്കണതും വരാൻ പോണതും ഒക്കെ അവർക്ക് ദിവ്യദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റുമല്ലോ. അപ്പോ ഭഗവാനെ പറയാണ്, എന്താണ് നാരദനെ, അങ്ങ് ഈശ്വരനാണ്, അതായത് ലോകത്തിന്റെ മുഴുവൻ നിയന്താവാണ്. മാത്രല്ല സ്വാശ്രയം, അവനവനെ തന്നെ ആശ്രയിക്കുന്നു, വേറെ ആരെ ആശ്രയിക്കണില്ല. ആർക്കും ജയിക്കാൻ കഴിയാതെ സ്വയം ആശ്രയിച്ചുകൊണ്ട് സ്വാശ്രയനായിരിക്കുന്ന അങ്ങ് മായ കൊണ്ട് ഈ സകല നാമരൂപങ്ങളോടുകൂടി ഇവിടെ വിവിധ സൃഷ്ടികളെ മുഴുവൻ അങ്ങ് സൃഷ്ടിക്കുന്നു. എന്നിട്ടോ അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ ഉറപ്പിക്കലാണ് അങ്ങയുടെ ലീല, അല്ലേ? ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലീല. അങ്ങനെ ഇപ്പോ അവനവന്റെ ഇഷ്ടപ്രകാരം ഒരു മനുഷ്യരൂപം എടുത്തിട്ട് ഈ യദുക്കളുടെയും വൃഷ്ണികളുടെയും മുഴുവൻ നാഥനായിട്ട് ഇതാ അങ്ങിവിടെ അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിർഗുണനാണെങ്കിലും ഗുണസ്വരൂപൻ എന്ന പോലെ ഈ മനുഷ്യ ശരീരം എടുത്ത അങ്ങയെ ഞങ്ങളിതാ വീണ്ടും വീണ്ടും നമിക്കുന്നു എന്നാണ് ഒരു സ്തുതിയാണ് നാരദന്റെ കേട്ടോ. അതോടെ നാരദന്റെ സ്തുതി കഴിഞ്ഞു കേട്ടോ. ത്വാമീശ്വരം സ്വാശ്രയമാത്മമായയാ വിനിർമ്മിതാശേഷ വിശേഷകൽപ്പനം ക്രീഡാർത്ഥമധ്യാത്മനുഷ്യ വിഗ്രഹം നതോസ്മി ധുര്യം യദുവൃഷ്ണി സാത്വതാം. ഇനി ശ്രീശുകോവാച 25. ഏവം യദുപതിം കൃഷ്ണം ഭാഗവത പ്രവരോ മുനിഃ പ്രണിപത്യാഭ്യനുജ്ഞാതോ യയൗ തദ്ദർശനോത്സവഃ. ഏവം ഇപ്രകാരം ഭാഗവതപ്രവരഃ ഭഗവത് ഭക്തന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന മുനി മഹർഷി യദുപതിം യദുക്കളുടെ നാഥനായിരിക്കുന്ന കൃഷ്ണനെ പ്രണിപത്യ നമസ്കരിച്ചിട്ട് തദ്ദർശനോത്സവഃ ഭഗവാന്റെ ദർശനം കൊണ്ടുണ്ടായ സന്തോഷത്തോടുകൂടിയവനായി അഭ്യനുജ്ഞാത ഭഗവാന്റെ ആജ്ഞയോടെ അല്ലെങ്കിൽ സമ്മതത്തോടെ യയൗ പോയി അവിടുന്ന്. അതായത് ഇങ്ങനെ പിന്നെ ലോക നന്മയ്ക്ക് വേണ്ടി മാത്രം ഈ 14 ലോകത്തിലും സഞ്ചരിക്കുന്ന ഭഗവത് ഭക്തന്മാരിലെ ഏറ്റവും മുഖ്യനായിട്ടുള്ള ഈ നാരദ മഹർഷി യദുക്കളുടെ നാഥനായിട്ടുള്ള ശ്രീകൃഷ്ണനെ ഇതുപോലെ സ്തുതിച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ സമ്മതത്തോടുകൂടി ആ ഭഗവത് ദർശനം കൊണ്ടുണ്ടായ ആനന്ദം മനസ്സിൽ അലതല്ലിക്കൊണ്ട് നാരദ മഹർഷി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ശ്രീശുകോവാച ഏവം യദുപതിം കൃഷ്ണം ഭാഗവത പ്രവരോ മുനിഃ പ്രണിപത്യാഭ്യനുജ്ഞാതോ യയൗ തദ്ദർശനോത്സവഃ. 26. ഭഗവാനപി ഗോവിന്ദോ ഹത്വാ കേശിനമാഹവേ പശൂനപാലയത് പാലൈഃ പ്രീതേ വ്രജസുഖാവഹഃ. ഗോവിന്ദ, അതായത് ഭഗവാൻ ഇങ്ങനെ ഭഗവാനും ആഹവേ യുദ്ധത്തില് കേശിയെ ഹത്വ വധിച്ചിട്ട്
വ്രജസുഖാവഹ, വ്രജത്തിലെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്നവനായിട്ട്, പ്രീതൈഹി സന്തുഷ്ടരായിരിക്കുന്ന, പാലൈഹി ഗോപബാലന്മാരോടുകൂടി, പശുവിൻ പശുക്കളെ അപാലയത്, ഭഗവാന്റെ ജീവിതം തുടർന്നു. എന്താ അറിയോ, ഇങ്ങനെ കേശി വധിച്ചതിന് ശേഷം ഗോപന്മാരെയും ഗോക്കളെയും നല്ലോണം പരിപാലിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ വ്രജത്തിലെ എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട് വസിച്ചു. ഭഗവാനപി ഗോവിന്ദോ ഹത്വാ കേശിന മാഹവേ പശൂനപാലയത് പാലൈഹി പ്രീതേർവജസുഖാവഹ. ഇനി 27. ഏകദാദേ പശൂൻ പാലാശ്ചാരയന്തോദ്രിസാനുഷു ചക്രുർനിലായന ക്രീഡാശ്ചോരപാലാപദേശതഃ. ഏകദ ഒരു ദിവസം, തേ പാലാഹ ആ ഗോപബാലന്മാര്, അദ്രിസാനുഷു പർവ്വതത്തിന് താഴ്വരയില്, പശുൻ പശുക്കളെ, ചാരയന്ത ഇങ്ങനെ മേച്ച് നടക്കുമ്പോ, ചോരപാലാപദേശതഃ കള്ളന്മാരെ പിടിക്കണം എന്നുള്ള ഒരു സൂത്രത്തോടു കൂടി, നിലായന ക്രീഡ ഒളിച്ചിരിക്കുന്ന കുട്ടികളെ, ചക്രു കളികളെ ചെയ്തു. അതായത് കളിക്കുകയാണ്. ഇപ്പോൾ കളഞ്ഞും പോലീസായിട്ടൊക്കെ നമ്മൾ കളിക്കില്ലേ, അതുപോലെ ഒളിക്കുക, കണ്ടുപിടിക്കുക, അങ്ങനെ കളിക്കുകയാണ്. ഒരു ദിവസം കേശിയുടെ വധം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം, ഇനിയിപ്പോ വ്യോമാസുരനെ വധിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ, അതിലാണത്. ഒരു ദിവസം ഭഗവാൻ ഗോപന്മാരോടൊത്ത് പർവ്വതത്തിന് താഴ്വരയില് പശുക്കളെ മേച്ചും കൊണ്ട് അവിടെ കളികൾ കളിക്കുകയാണ്. പശുക്കളെ മേച്ച് നടക്കുമ്പോൾ ഇവർക്ക് കളിക്കാലോ. അപ്പൊ ഇവര് കളിക്കുകയാണ്. എന്താ കളിക്കണം വെച്ചാൽ കള്ളന്മാരെ കണ്ടുപിടിക്കുക. കള്ളനും പോലീസുമായിട്ടൊന്ന് നമുക്ക് പറയാം. കള്ളന്മാരെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവരെ ശിക്ഷിക്കുക. ആ കളി കളിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ വ്യോമാസുരന്റെ വധത്തിലേക്ക് വരും നമ്മള്. ഏകദാദേ പശൂൻ പാലാശ്ചാരയന്തോദ്രിസാനുഷ ചക്രുർനിലായന ക്രീഡാശ്ചോരപാലാപദേശതഃ. എന്നിട്ടോ 23. തത്രാസൻ കതിചിച്ചോരാഹ പാലാശ്ച കതിചിന്നൃപാ മേഷായിതാശ്ച തത്രൈകേ വിജഹ്രുരകുതോഭയാഹ. തത്ര അതിൽ കതിചിത് ചിലര് കള്ളന്മാര്. അങ്ങനെയാണല്ലോ നമ്മള്, പകുതി ആൾക്കാർ കള്ളന്മാരും പകുതി പോലീസും. ചോരാഹ കള്ളന്മാർ, നൃപാഹേ പരീക്ഷിത് മഹാരാജാവേ, കതിജിത് മറ്റു ചിലര്, പാലാഹ അതായത് രക്ഷാധികാരികൾ വെച്ചാൽ പോലീസാ പറയാം, ഏകെ വേറെ ചിലര്, മേഷായിതാഹ ആടിനെ പോലെ ആടായിട്ട് അഭിനയിക്കുക, ആസൻ ഭവിച്ചു. അതായത് ആടുകളെ കട്ടുകൊണ്ടുപോണ കള്ളന്മാരാണ്. അപ്പൊ അവർക്ക് ഇതല്ലേ പശുക്കല്ലേ ഉള്ളത്, ആടുമൊക്കെ. അപ്പൊ എങ്ങനെയും കളിക്കണം വെച്ചാല്, ചില ആൾക്കാര് കള്ളന്മാര്, ഈ ആടിനെ കട്ടുകൊണ്ടുപോകുന്ന കള്ളന്മാര്, ചിലര് ആ കള്ളന്മാരെ പിടിക്കുന്ന പോലീസിനെ പോലുള്ള ആൾക്കാര് രക്ഷിക്കുന്നവര്, അതായത് ഈ കാവൽക്കാര്. ചിലര് കാവൽക്കാരായിട്ട് ആടിന്റെ, ചിലര് കള്ളന്മാരായിട്ട്, ചിലര് ആടായിട്ടും വേണമല്ലോ, ആടിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആടായിട്ടും. അങ്ങനെ അവര് ഓരോരുത്തര് ഇന്നതാണെന്ന് ഒരു ഗ്രൂപ്പിലത്തെ കുറച്ചാൾക്കാർ കള്ളന്മാരെ, കുറച്ചാൾക്കാർ അവനെ പിടിക്കണ പോലീസ്, ചിലര് ആടൊക്കെ ആയിട്ട് കളിക്കുകയാണ്. തത്രാസൻ കതിചിച്ചോരാഹ പാലാശ്ച കതിചിന്നൃപാ മേഷായിതാശ്ച തത്രൈകേ വിജഹ്രു അകുതോഭയാഹ. അതായത് ഭയമില്ലാത്തവരായിട്ട് വിജഹ്രു വിഹരിച്ചു എന്ന്. അതാണ് അവര് ഒരു ഭയമില്ലാണ്ട്, ആരും ഭയക്കാനില്ല, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മയപുത്രോ മഹാമായോ വ്യോമോ ഗോപാലവേഷധൃക് മേഷായിതാനപോവാഹ പ്രായശ്ചോരായുധോ ബഹൂൻ. അപ്പോഴാണ് മഹാമായാവിയായിട്ടുള്ള വ്യോമൻ എന്ന് വളരെ ഖ്യാതി നേടിയിട്ടുള്ള മയന്റെ പുത്രൻ ഗോപാലവേഷധൃക് ഗോപവേഷം ധരിച്ചിട്ട്, ചോരായുധ ഒരു കള്ളനെ പോലെ, അതായത് ഗോപന്മാരുണ്ടാ പറഞ്ഞില്ലേ, അതിലത്തെ ഒരു കള്ളനായിട്ട് അഭിനയിച്ചിട്ട്, വ്യോമാസുരൻ വന്ന് മായോണ്ടേ ഒരു ഗോപനായി, കള്ളനായിട്ടുള്ള അഭിനയിക്കുന്ന ഒരു ഗോപനായി തീർന്നു. എന്നിട്ട് മേഷായുധൻ ആടിനെ പോലെ നിൽക്കണ ബഹൂൻ കുറേ കുട്ടികൾ ആടായിട്ടാണ്. ആ കുട്ടികളെ ഒക്കെ പ്രായഹ പതുക്കെ അപോവാഹ അപഹരിച്ചു കൊണ്ടുപോയി. എന്താ വ്യോമാസുരൻ ചെയ്തറിയോ? ഇവര് കള്ളന്മാരും പോലീസുമായിട്ടും ആട്ടുംകുട്ടികളായിട്ടൊക്കെ നിൽക്കണ്ടല്ലോ ഈ ഗോപന്മാര്. അതിന്റെ ഇടയില് വ്യോമാസുരൻ വലിയ മായാവിയാണ്, മായാശക്തി, മയന്റെ മകനുമാണ്. മയൻ വലിയ മായാവി. അപ്പോ മയന്റെ മകനുമാണ്. അതായത് ഈ അസുരന്മാരുടെ ശില്പിയാണ് മയനെ, അസുരന്മാരുടെ ആർക്കിടെക്റ്റാണ്.
മയൻ. ആ മയന്റെ മകനാണ് ഈ വ്യോമാസുരനെ. അപ്പോൾ നല്ല മായ എല്ലാം അറിയാം, ഇന്ദ്രജാലമൊക്കെ അറിയാം. അപ്പൊ ഇന്ദ്രജാലം കൊണ്ട് അല്ലെങ്കിൽ മായാവിയായ വ്യോമാസുരൻ എന്ത് ചെയ്തു, ഈ കള്ളന്മാരായിട്ട് അഭിനയിക്കണ ഗോപന്മാരെ പോലെ തന്നെ ഒരു ഗോപനായിട്ട് അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ ഈ ആട്ടിൻകുട്ടികളായിട്ട് അഭിനയിക്കണ അനവധി ഗോപന്മാരെ അങ്ങോട്ട് അപഹരിച്ചു. അപോപാഹ, ഒരു കള്ളനെ പോലെ നിന്ന് ഈ അനവധി ആട്ടിൻകുട്ടികളായി അഭിനയിക്കുന്ന ഗോപന്മാരെ കുറെ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയി. മയപുത്രോ മഹാമായോ വ്യോമോ ഗോപാലവേഷധ മേഷായിതാനപോവാഹ പ്രായശ്ചോരായുധോ ബഹൂൻ. എന്നിട്ടോ ഗിരിദര്യാം വിനിക്ഷിപ്യ നീതം നീതം മഹാസുരാ ശിലയാപി ദധേ ദ്വാരം ചതുപ്പഞ്ചാവശേഷിതാഹ. നീതം നീതം അങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുപോയിട്ട് ഗിരിദര്യാം പർവ്വതത്തിന്റെ ഗുഹയില് വിനിക്ഷിപ്യ ഓരോ ആട്ടിൻകുട്ടികളായി അഭിനയിക്കണ ഗോപന്മാരെ എടുത്ത് അകലെ ഒരു ഗുഹയുടെ ഉള്ളിൽ കൊണ്ടിടും. മഹാസുര, ആ ക്രൂരനായിട്ടുള്ള അസുരൻ ശിലയ, എന്നിട്ട് കല്ലോണ്ട് അനവധി പശുക്കളായിട്ട് അഭിനയിക്കുന്ന ഗോപന്മാരെ കൊണ്ടുപോയി ഗുഹയുടെ ഉള്ളില് ദ്വാരം അവിടെ അടച്ചിട്ട് എന്ത് ചെയ്തു, കല്ലോണ്ട് ദ്വാരം, ആ ഗുഹയുടെ ആ ദ്വാരത്തിന്, ഗുഹയിലേക്ക് കടക്കണ ദ്വാരത്തിന് പിതഥേ മറച്ചു. ചതുപ്പഞ്ച 4 or 5 അവശേഷിച്ചവരായി ഭവിച്ചു. അപ്പൊ നോക്കുമ്പോ ഈ ആടായിട്ട് അനവധി കുട്ടികള് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അതിലത്തെ ബാക്കി 4-5 കുട്ടികളെ ഉള്ളൂ. ബാക്കി സകലരെയും ആ ഗുഹയിൽ കൊണ്ട് അടച്ചു ഈ വ്യോമാസുരനെ. ഗിരിദര്യാം വിനിക്ഷിപ്യ നീതം നീതം മഹാസുരാ ശിലയാ പിദഥേ ദ്വാരം ചതുപ്പഞ്ചാവശേഷിതാഹ. ബാക്കി 4 or 5 കുട്ടികൾ അവിടെ ഉള്ളൂ. ബാക്കി സകലരെയും ഈ വ്യോമാസുരൻ അപഹരിച്ച് ഗുഹയിലിട്ടടച്ചു. തസ്യ തത് കർമ്മ വിജ്ഞായ കൃഷ്ണശരണദ സദാം ഗോപാൻ നയന്തം ജഗ്രാഹ മൃഗം ഹരിരിവ ഉജസ. അപ്പോ സജ്ജനങ്ങൾക്ക് ശരണത, സദാം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾക്ക് ശരണത, എപ്പോഴും ശരണം നൽകുന്ന കൃഷ്ണൻ, തസ്യ അവന്റെ ആ തത് കർമ്മം അത് കാണേണ്ട കൃഷ്ണനെ വിജ്ഞായ അത് അറിഞ്ഞിട്ട് ഗോപന്മാരെ നയന്തം പതുക്കെ കൊണ്ടുപോകുന്ന അവനെ ഹരിഹി സിംഹം, ഒരു സിംഹം മൃഗം ഒരു ചെന്നായേ എന്ന പോലെ ഓജസ ബലത്തോടു കൂടി ജഗ്രാഹ പിടിച്ചു. ഈ കുറെ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകണത് കണ്ടപ്പോ ഭഗവാൻ മനസ്സിലായി, ഓ ഇവൻ വേറൊരു കള്ളനായിട്ട് അഭിനയിക്കണ ഗോപനല്ല, ഒരസുരൻ കള്ളനായിട്ടുള്ള വേഷം കെട്ടി, മായോണ്ട് കള്ളനായിട്ട് വേഷം കെട്ടി വന്നിട്ട് ഒരസുരനാണ് ഈ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് മനസ്സിലായപ്പോ വേഗം ഒരു സിംഹം എങ്ങനെയാ നിഷ്പ്രയാസം ചെന്നായയുടെ മേല് ചാടി വീഴുക, അതുപോലെ ഭഗവാൻ ഈ വൃകാസുരനെ അങ്ങോട്ട് കടന്നു പിടിച്ചു. വൃകാസുരനല്ല, വ്യോമാസുരനെ കടന്നു പിടിച്ചു. തസ്യതത് കർമ്മ വിജ്ഞായ കൃഷ്ണ ശരണദ സദാം ഗോപാൻ നയന്തം ജഗ്രാഹ വൃകം ഹരിരിവൗജസ. ഹരി പറഞ്ഞ നമ്മുടെ സിംഹാണ്, വൃകം ചെന്നായി, സിംഹം ചെന്നായെ പിടിക്കണ പോലെ നിഷ്പ്രയാസം അവനെ പിടിച്ചു. എന്നിട്ടോ സ നിജം രൂപമാസ്ഥായ ഗിരീന്ദ്ര സദൃശം ബലി ഇച്ഛൻ വിമോക്തുമാത്മാനം നാശക്നോദ്ഗ്രഹണാതുര. അപ്പൊ പിടിച്ചിട്ട് അവനെ വേദനിപ്പിച്ചപ്പോ അവൻ ഈ ഗോപകുമാരന്റെ കള്ളനായിട്ട് കെട്ടണ ഗോപകുമാരന്റെ വേഷമൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം രൂപം തന്നെ. എപ്പോഴും അങ്ങനെയല്ലേ, നമ്മളെല്ലാ രാക്ഷസന്മാരും അങ്ങനെയാണ്. ഇപ്പൊ പൂതന അതേ ഭംഗിയുള്ള സ്ത്രീയായി വന്നു, ഭഗവാൻ വേദനിപ്പിച്ചപ്പോ ശരിക്കും രാക്ഷസി രൂപം പൂണ്ടുല്ലോ. അതേപോലെ ഇങ്ങനെ കള്ളന്മാരായിട്ടുള്ള ഗോപനായിട്ട് വന്ന് വേഷം കെട്ടി വന്നു വെച്ചാലും ഭഗവാൻ പിടിച്ചിട്ട് വേദനിക്കാനൊക്കെ തുടങ്ങിയപ്പോ അവന്റെ ഗിരീന്ദ്ര സദൃശം, ബലവാനായിട്ടുള്ള അവൻ ബലി സഹ ഗിരീന്ദ്ര സദൃശം ചാലോ പർവ്വത തുല്യനായി. എന്നിട്ടോ തന്റെ രൂപത്തെ, നിജം രൂപം, തന്റെ രൂപത്തെ ആസ്ഥായ സ്വയം വരിച്ചിട്ട് ആത്മാനം തന്നെ വിമോക്തും, അതായത് കൃഷ്ണന്റെ കയ്യിൽ നിന്ന് മോചനം കിട്ടാനായിക്കൊണ്ട് ഇച്ഛിക്കുന്നവനായി ഗ്രഹണാതുര. അങ്ങനെ പിടിച്ചപ്പോ അവിടുന്ന് വിടിയിക്കാൻ നോക്കിക്കൊണ്ട് ദുഃഖിതനായിട്ട് അശക്നോത് ശക്തനായില്ല. ഭഗവാന്റെ പിടിയിന്ന് മോചനം നേടാൻ വ്യോമാസുരന് സാധിച്ചില്ല എന്ന്. അതായത് ഈ ബലവാനായിട്ടുള്ള ഈ കൃഷ്ണൻ പിടിച്ചപ്പോ പർവ്വതാകാരനായി വലിയ, പക്ഷേ എന്നിട്ട് കൃഷ്ണന്റെ കയ്യിൽ നിന്ന്
വിടിയിക്കാൻ കുറേ ശ്രമിച്ചു, പക്ഷെ അവന് പറ്റിയില്ല. ന അശക്നോത്ത് എന്ന് പറഞ്ഞില്ലേ, ന അശക്നോത്ത്, ശക്തനായില്ല, അവന് പറ്റിയില്ല കൃഷ്ണന്റെ പിടിന്ന് വിടാനായിട്ട്. സ നിജം രൂപമാസ്ഥായ ഗിരീന്ദ്ര സദശം ബലി ഇച്ഛൻ വിമോക്തും ആത്മാനം ന ശക്നോദ്ഗ്രഹണാതുരഃ തം നിഗൃഹ്യാച്യുതോ ദോർഭ്യാം പാതയിത്വാ മഹീതലേ പശ്യതാം ദിവി ദേവാനം പശുമാരമമാരയത്. അച്യുത ഭഗവാൻ തം അവനെ ദോർഭ്യം കൈകൊണ്ട് നിഗൃഹ്യ പിടിച്ചിട്ട് എന്താ ചെയ്ത, മഹീതലെ ഭൂമിയിലെ പാതയിത്വ വീഴ്ത്തിയിട്ട്, ആകാശത്തിൽ, ദിവിച്ചാൽ ആകാശത്തിൽ നോക്കി നിൽക്കുന്ന, പശ്യതാം എന്ന് പറഞ്ഞു, നോക്കി നിൽക്കുന്ന ദേവാനാം ദേവന്മാരുടെ മുമ്പാകെ പശുമാരം, ആ പശുവിനെ കൊല്ലുന്നത് പോലെ അമാരയത് കൊന്നു. അതായത് അവനെ പിടിച്ച് നിലത്തിട്ടിട്ട് കൈകൊണ്ട് അവനെ പിടിച്ച് ഭൂമിയില് വീഴ്ത്തിയിട്ടിട്ട് ആകാശത്തിൽ നോക്കി നിൽക്കുന്ന ദേവന്മാരെ കാണിച്ചുകൊണ്ട് അവര് നോക്കി നിൽക്കേ അവരുടെ ശത്രുവായിട്ടുള്ള ഈ വ്യോമാസുരനെ, ഈ യാഗപശുവിനെ എങ്ങനെയാ കൊല്ലുക, അങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊന്നു, ഞെക്കിക്കൊന്നു. യാഗത്തിലൊക്കെ പശുവിനെ ശ്വാസം മുട്ടിച്ചിട്ടാ കൊല്ലുക, അതുപോലെ ഒരു പശുവിനെ, യാഗത്തിലത്തെ പശുവിനെ കൊല്ലണ പോലെ ശ്വാസം മുട്ടിച്ച് കൊന്നു ദേവന്മാര് നോക്കി നിൽക്കുക. അപ്പൊ വ്യോമാസുരനെ എങ്ങനെയാ കൊന്നുവെച്ചാൽ താഴത്തേക്ക് അങ്ങോട്ട് പിന്നെ പിടിച്ച് നിലത്തങ്ങോട്ട് ഇട്ടിട്ട് പ്രോബ്ലി മേലിൽ കയറി ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ട് മൂക്കും വായയും ചെവിയൊക്കെ പിടിച്ച് ശ്വാസം മുട്ടിച്ച് അങ്ങോട്ട് കൊന്നു. ദേവന്മാരാണെങ്കിൽ ആകാശത്ത് നോക്കി നിൽക്കുന്നുണ്ട്. അവർക്ക് സന്തോഷമായി, കാരണം ഈ ആസുരന്മാരൊക്കെ ദേവന്മാരുടെ ശത്രുക്കളല്ലേ. തം നിഗൃഹ്യാച്യുതോ ദോർഭ്യാം പാതയിത്വാ മഹീതലേ പശ്യതാം ദിവി ദേവാനാം പശുമാരമമാരയത്. ഇവിടെ പശു പറഞ്ഞാൽ യജ്ഞപശു. പശു പറഞ്ഞു വെച്ചാൽ യജ്ഞത്തിനൊക്കെ പിന്നെ ഉപയോഗിക്കണ, ഇങ്ങനെ കൊല്ലണമല്ലോ, പിന്നെ ഹിംസ വേണമല്ലോ, അപ്പൊ അതിന് കൊല്ലണ പോലെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ്. 34 അവസാനത്തെ ശ്ലോകമാണ്. വ്യോമാസുരവധം കഴിഞ്ഞു. ഗുഹാപിധാനം നിർഭിദ്യ ഗോപാൻ നിസ്സാര്യ കൃച്ഛതഃ സ്തൂയമാന സുരേർഗോപൈ പ്രവിവേശസ്വഗോകുലം. ഗുഹാപിധാനം, ഗുഹയുടെ, അതായത് ആ ഗുഹയുടെ ആ വാതിലിനെ നിർഭിദ്യ, അതിനെ തുറന്നിട്ട് അല്ലെങ്കിൽ അതിനെ കുത്തി പൊട്ടിച്ചിട്ട്, കൃച്ഛത അവരെ സങ്കടത്തിൽ നിന്ന്, ഗോപാൻ അതിന്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ട ഗോപന്മാരെ, നിസ്സാര്യ അവരെയൊക്കെ പുറത്തേക്ക് ഇറക്കിയിട്ട്, സുരൈഹി ദേവന്മാരാലും ഗോപൈഹി ഗോപന്മാരാലും സ്തൂയമാന വാഴ്ത്തപ്പെട്ടവനായി, സ്വഗോകുലം തന്റെ ഗോകുലത്തിലേക്ക് പ്രവിവേശ വന്നു. എന്തറിയോ, അപ്പോ എന്താണ്, വ്യോമാസുരനെ കൊന്ന ഉടനെ ഭഗവാൻ വേഗം, വ്യോമാസുരൻ ഗുഹയുടെ ഉള്ളില് അടച്ചിട്ടിരിക്കുന്ന ഗോപന്മാരെ രക്ഷിക്കാനായിട്ട് അവിടെ പോയി ഗുഹയുടെ വാതിലൊക്കെ അടിച്ചു പൊളിച്ച് തുറന്ന് ഗോപന്മാരെ പുറത്തേക്ക് കൊണ്ടുവന്ന് വളരെ സന്തോഷത്തോടു കൂടി അവരുടെ സങ്കടം തീർത്ത് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടി പശുക്കളെയും എല്ലാം പിന്നെ കൂട്ടി വളരെ സന്തോഷത്തോടു കൂടി ഗോകുലത്തിലേക്ക് മടങ്ങിയെത്തി. അത് കണ്ട് എല്ലാ ഗോപന്മാരും, ആകാശത്തുള്ള എല്ലാ ദേവന്മാരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഗോകുലത്തിലേക്ക് വന്നതാണ്. ആ നടക്കുന്ന സമയം മുഴുവൻ ഒപ്പമുള്ള ഗോപന്മാരും എങ്ങനെയാ സ്തുതിക്കാതിരിക്കുക, അവര് എപ്പോഴും രക്ഷിക്കുന്ന ആളല്ലേ. അപ്പൊ ഗോപന്മാരും സ്തുതിച്ചു. ഈ ഒരു വ്യോമാസുരവധം കണ്ടു നിന്ന ദേവന്മാരും ആകാശത്തിൽ നിന്ന് സ്തുതിച്ചു. അങ്ങനെ എല്ലാവരാലും സ്തുതിക്കപ്പെട്ടവനായിക്കൊണ്ട് ഭഗവാൻ ഗോകുലത്തിലേക്ക് മടങ്ങി വന്നു എന്നാണ് പറഞ്ഞേട്ടോ. അതോടെ ഈ അധ്യായം കഴിഞ്ഞു. ഗുഹാപിധാനം നിർഭിദ്യ ഗോപാൻ നിസ്സാര്യ കൃച്ഛതഃ സ്തൂയമാന സുരേർഗോപൈ പ്രവിവേശസ്വഗോകുലം ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ വ്യോമാസുരവധോ നാമ 37തമോധ്യായഃ സമാപ്തഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.